ഹലോ. സോ കാര്യമായിട്ട് പറഞ്ഞാൽ ഇന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡേ. ഇന്നലെ ഫസ്റ്റ് ഡേ ആണ്, പക്ഷെ ശരിക്കും ഇന്നാണ് ഫസ്റ്റ് ഡേ അല്ലേ മിമി? സോ വെൽക്കം ടു ഗോകാച്ചി വ്ലോഗ്സ്. ഹായ്, വെൽക്കം ഹവ്വ. ഹവ്വ എന്ന പേര് ഹോവ പേര് ഹോവോ, സോറി. ഓക്കെ, സോ നമ്മൾ ഇന്ന് ആദ്യം എവിടേക്കാണ് മിമി പോകുന്നത്? ഗാർണി ടെമ്പിൾ. ഓക്കെ, ടെമ്പിളാണ്. ഞങ്ങൾ അർമീനിയ വന്നിട്ട് വിചാരിച്ചു കുറച്ച് ഭക്തിമാർഗം പിടിക്കാമെന്ന്. സോ നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. നോക്കൂ, വഴി നല്ല വഴി. പിന്നെ നല്ല മഞ്ഞുണ്ട്. വണ്ടിയിലൊക്കെ നമുക്ക് മഞ്ഞിങ്ങനെ കാണാം കേട്ടോ. നോക്കൂ, ഒരു വണ്ടി വരണേ, അതിൻ്റെ മേലെ ഫുള്ള് മഞ്ഞാണ്. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഞാൻ അധികം എടുത്തില്ല. ജാനു ഫുള്ള്, മീമിയും എടുത്തില്ല. ജാനു ആണെങ്കിൽ ഫുള്ള് തെർമൽ ലെയറൊക്കെ പിടിച്ച് ഫുൾ സെറ്റായിട്ട്. നോക്കൂ, വരൂ ചേട്ടാ വരൂ. കാറിൽ കണ്ടില്ലേ ഈ കാറിൻ്റെ മേലെ എങ്ങനെ. പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് BMW ആയിട്ടാണ് ചേട്ടൻ വന്നത്. പക്ഷെ ഇന്ന് ചേട്ടൻ കാറ് മാറ്റി. കാരണം ആ കാറ് ആ മഞ്ഞുള്ള സ്ഥലത്ത് പോവില്ല പറഞ്ഞിട്ട്. സ്വന്തം വണ്ടി ആയതുകൊണ്ട് അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വണ്ടി വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതിക്ക് ചേട്ടൻ ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ട് വന്നു. ഭാഗ്യത്തിന് അയാൾക്ക് മലയാളം അറിയാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയായി. അപ്പം നമ്മൾ പോവാണ്. സോ രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റിട്ട് ഞാൻ കണ്ട കണി ജാനുൻ്റെ ഈ ഡാൻസാണ്. ഓക്കെ, കൊള്ളാം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നു. റൂമിലേക്ക് തന്നെ അവർ കൊണ്ടുവന്ന് തരും. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ട്, കുറേയൊക്കെ വേസ്റ്റാക്കി. ആക്ച്വലി ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലെങ്കിലും കഴിക്കാൻ പറ്റണ്ടേ, എന്നാലും ടേസ്റ്റി ആയിരുന്നു. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കറങ്ങാനായിട്ടേ. ജാനു, ഫസ്റ്റ് സ്നോഫോൾ ആണ് നിന്റെ കേട്ടോ. സ്നോഫോൾ അല്ല, സോറി, ഇതിപ്പോൾ സ്നോ ആയിട്ടുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഓക്കെ ഇറങ്ങി കളിക്കൂ കുറച്ചു നേരം ഇവിടെ. അതാ സ്നോഫോള് മരത്തുനിന്ന് വീടുണ്ട്. പറഞ്ഞു, വിഷ് ചെയ്ത് എന്തെങ്കിലും. ഞാൻ വിഷ് ചെയ്യാം. സ്നോഫോൾ വഴിയില് ഫുൾ സ്നോ ആണ്. വാവ്, ആകാശവും നന്നായി ജാക്കറ്റ് കൊണ്ടുവന്നത്. Why don't you choose here? Yeah, we can go to the Lejan maybe tomorrow. It's your choice. Yeah. I'm ready. Yeah, we can go. സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്ലേസായ ഗാർണി ടെമ്പിളിൽ പോണ വഴി ഒരു നല്ല മഞ്ഞും സ്നോഫോളൊക്കെ ഉള്ള സ്ഥലം കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിർത്തി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് അഹങ്കാരം കൂടിയിട്ടാണ് ഞാൻ കോട്ടൊന്നിട്ടില്ല, കിടക്കട്ടെ. പക്ഷേ ആ ഒരു നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് കോട്ടില്ലാണ്ട് എവിടെ നിൽക്കാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, സോ നമ്മൾ ഇപ്പോൾ എവിടെ നിന്ന് നമ്മൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് പ്ലേസ്? ഡു യു നോ? Hochberg. വാട്ട്? No, Okay, you... something. Yes. Yeah, ഇവിടെ ഐ തിങ്ക് ഒരു 1 ഡിഗ്രി മൈനസ് അത്രയാണ്. പക്ഷെ ഗൈസ്, കോട്ടില്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു വൈബാണ്. യു ക്യാൻ ടേൺ അറൗണ്ട്, യു ക്യാൻ ജസ്റ്റ് ഷോ me. കോൾഡായില്ലേ ഗൈസ്? ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. എന്തായിരുന്നു? ടെമ്പിൾ അല്ലേ നമ്മുടെ. ജാനു, എൻജോയ്. തണുപ്പത്ത് ഒരു കാപ്പി കുടിക്കാന്ന് വെച്ച്. ഓക്കെ, നല്ല സ്നോഫോൾ ഉണ്ട് ഇവിടെ. Too much snowfall. സോ നമ്മളിപ്പോൾ പോണത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് വൈനറി. ഓക്കെ, നിനക്കെല്ലാം അറിയോ? വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇതാക്കിയതാണ് ആ ടെമ്പിൾ. പിന്നെ അതെങ്ങനെ ടെമ്പിളായി മാറി മിമി?
പിന്നെ അതെങ്ങനെ ടെമ്പിളായിട്ട് മാറി? അത് സൺ ഗോഡിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ടെമ്പിളാണ് ഇൻ BC. ഓക്കെ. ആൻഡ് ദെൻ എർത്ത് ക്വേക്ക് വന്നിട്ട് 1697 അതിന്റെ പാർട്സ് ഒക്കെ പോയി. ഇപ്പൊ ചെറിയൊരു റിമൈനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കിളിച്ചടത്തി മാറിയിട്ടുണ്ട്. നേരത്തെ ഡ്രസ്സ് വരാ അധികം ഇടാണ്ടിരുന്ന ഞാനിപ്പോൾ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ടും എനിക്ക് തണുക്കുന്നു. അപ്പോൾ ഡ്രസ്സ് ഇടാണ്ടിരിക്കാൻ ബെറ്റർ തോന്നുന്നു. Dilijan Road. Oh, why? Why? You will see. Okay. Surprise. താങ്ക് യു. Wait. ഇപ്പോൾ എവിടെ മിമ്മി? 12th century. Okay, Mimi. First? Rockwood Church. Rockwood Church. Okay. വേൾഡിലത്തെ ആണോ? ഗൈസ്, നിങ്ങളിത് കാണണം. എനിക്ക് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ഗൈസ്, എന്നോട് ക്ഷമിക്കണം. എനിക്ക് മതിയായി. ഹായ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ വെള്ളം കുടിക്കാം എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്, ഞങ്ങളുടെ ഗൈഡ്. ഓക്കെ. ഓ അവേ ഓ പിന്നെ ഇവിടെ കൂടുതൽ മൊണാസ്ട്രീസ് ആണ്. നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഒരു പള്ളി, ആഡം ജോണിലൊക്കെ ഉള്ള പോലെ നല്ല നല്ല ഭംഗിയുള്ള മൊണാസ്ട്രീസ്. പിന്നെ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളെ കുട്ടികളെ പോലെയാണ് കൊണ്ട് നടക്കേണ്ടായിരുന്നത്, അത്ര കെയറിങ് ആയിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാണ്ട് ഇത്ര സ്നോ, ഞാനാണെങ്കിൽ വിചാരിച്ചില്ല ഇത്ര സ്നോ ഉണ്ടാവുന്നു. അപ്പം അതിനനുസരിച്ചുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല. ബൂട്ട്സ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് സ്റ്റൈലുള്ള ബൂട്ട്സ് ആയിരുന്നു. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എടുത്തില്ല. സ്റ്റൈലൊക്കെ പോയി വളരെ. മീമി, നമ്മളിപ്പോൾ എന്തൊക്കെ സ്ഥലത്ത് പോയി? ഓക്കെ. പിന്നെ എവിടെയും പോവാണ്? എവിടെ? അതെന്താ? ടെമ്പിൾ ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. ഒരു വീഡിയോ എടുക്കുന്നുണ്ട്, ഓഫ് ചെയ്തതാണ്. സോ അതൊക്കെയാണ് ഇവിടുത്തെ വെച്ചാൽ. ഭയങ്കര സ്നോ ആണ്, ഭയങ്കര സ്നോഫോൾ ആണ്. അകിടുകൾ ഹൃദയം എന്താ പറഞ്ഞു? ഓക്കെ. സോ ഞങ്ങളുടെ ഗൈഡ് ചേട്ടൻ ഞങ്ങളെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ കൊണ്ടുവന്നു. ആക്ച്വലി ഇവിടെ എല്ലാം ഞങ്ങൾക്ക് പോകേണ്ടത്, പക്ഷെ ഓൺ ദ വേ ഞങ്ങൾ ജസ്റ്റ് കയറി. പക്ഷെ നല്ല ഭംഗിയുണ്ട്. യുനോ, സി ലൈക്ക് ഇറ്റ്. തണുപ്പുണ്ട്, നല്ല മഞ്ഞല്ലെങ്കിൽ. നേരത്തെ കുറച്ച് സൂര്യനൊക്കെ കണ്ടു. സൂര്യൻ എങ്ങോട്ട് പോയി, ഇവിടെ പോയാവോ? അമ്മേ, ഓ തണുക്കുണ്ട്. ആക്ച്വലി ഇവിടെ ഒരു മാരേജ് നടക്കണം, നമുക്ക് പോയി കാണാൻ പറ്റുമോ? തുറക്കുമ്പോഴേ കൊറേ ആൾക്കാർ അമ്മേ, അകത്ത് മാരേജ് കല്യാണം. ഓഡിറ്റോറിയം ആണോ അപ്പൊ ഇത്? ഓ സോറി പള്ളിയല്ലേ. അടുത്ത മൊണാസ്ട്രി നമ്മൾ വന്നു. സോ നമുക്കിവിടെ ഒരു കല്യാണം കാണാൻ പറ്റി. സി വലിയ ഗൗണൊക്കെ ഇട്ടിട്ട് ഇവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, പ്രാവിൻ്റെ മെയിനാ തോന്നുന്നു. അത് മയിലാണ്. നമ്മളിപ്പോൾ ഒരു പള്ളീൻ്റെ അവിടെയാണ്. നൈസ്. വാട്ട് വാസ് ദാറ്റ്? സോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ പകുതിയായി. നമ്മൾ കുറേ സ്ഥലം കണ്ടു അല്ലേ? 1 2 3 4 സ്ഥലം കണ്ടു.
ഇനി അവൾക്ക് 3 സ്ഥലം കാണണം അത്രേ. അവളെ ഐറ്റിനറികളാക്കിയതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഇറ്റ്സ് ഓക്കെ. അത്രയും സ്റ്റെപ്പ് കയറി വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. എന്നാലും അത് കണക്കിലെടുത്തില്ല. കുഴപ്പമില്ല. സ്ഥലത്തിന് നമ്മൾ കറങ്ങാൻ വന്നതാണല്ലോ. പിന്നെ വേദന കൊന്നാൽ മതി. പക്ഷെ രസമായിരുന്നു. ഇന്ന് നമ്മൾ കുറേ ടയേർഡായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഒരു റെസ്റ്റോറൻറ്റ് പോയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് വളരെ മോശമായിരുന്നു. പക്ഷെ ഇന്ന് വീടുണ്ടോ പ്ലീസ്? ഇന്ന് നമ്മൾ നല്ല ഇങ്ങനെ ആദ്യം വന്ന് വൈബൊക്കെ നല്ല മഞ്ഞൊക്കെ കണ്ട് രസമായിരുന്നു. നല്ല രസമുണ്ട് അല്ലേ ജാനു? യെസ് ഡെഫിനറ്റ്ലി. നമ്മളിപ്പോൾ നമ്മുടെ ടൗൺ പോവാ അല്ലേ? ടൗൺ പോവാ. വീടല്ലേ? അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കാസ്കറ്റ് എത്തി. കുറേ സ്റ്റെപ്പുള്ള സ്ഥലം, അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കണം. ഓക്കെ, നടന്ന് വയ്യ, എന്നാലും നമ്മൾ നടക്കും. സിറ്റി ഫുള്ള് കാണണമെങ്കിൽ അമ്മാതിരി സ്റ്റെപ്സ് കയറണം. അപ്പം നേരെ അവിടെ അപ്പുറത്തൊരു കഫേ ഉണ്ടായിരുന്നു. നേരെ വന്നു ഒരു ഹോട്ട് ചോക്ലേറ്റ് അടിച്ചു, പവറായി. അപ്പോൾ പിന്നെ ഇനി സുഖമായിട്ട് കയറാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പണിപാടി. നമ്മളിപ്പോൾ ഒരുമാതിരി സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു അറ്റം വരെ എത്തണം. ആ എവിടെ ഇവിടെ എന്നെയും കൊണ്ടേ പോവും. അവിടെ എത്തും. അന്നത്തോടുകൂടി ഇന്നത്തോടുകൂടി ഞാൻ എൻ്റെ ഡേ 1 മൊത്തത്തിൽ ഫസ്റ്റ് ഡേ ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നലെ വളരെ വൃത്തിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിപ്പോകുന്നു ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം അറ്റത്ത്. അങ്ങനെ നമ്മൾ ഈ അയ്യോ ഇതെന്തെൻ്റെ നീ മോഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതാണ് പറയാ, അതന്നെ. അവിടെ വന്നു കണ്ടു, സിറ്റി ഫുള്ള് കാണാം. നല്ലൊരു യൂട്യൂബ് ബ്ലോഗർ. താങ്ക് യു അജി. എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ ഞാൻ പോയ സ്ഥലങ്ങളുടെ പേരും നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ തണുത്തിട്ട് ചുണ്ടുപോലും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ വന്നിട്ട് ഗൈഡിനെ കണ്ടവരെല്ലാവരും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പോവാം കേട്ടോ. ഇനി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് ഫുഡ് കഴിക്കണം. ഇതൊക്കെയുള്ളൂ. വാ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വാ. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ, പക്ഷെ കറങ്ങാൻ പോയിട്ട് ഫസ്റ്റ് ഡേ. അപ്പോ ബായ്, നാളെ കാണാം. അർമേനിയയിൽ വന്നിട്ട് പരിപ്പറിയും അച്ചാറും ചോറും കഴിക്കണം. വാവ്.